ലക്ഷ്മി, ആ കണിക്കൊന്ന ഒന്ന് ഇവിടെ വെക്കൂ. അതുപോലെ ദീപവും നല്ലപോലെ തെളിയിച്ചോളൂ. കൃഷ്ണന് മുന്നിൽ എല്ലാം ഭംഗിയായി വേണം, ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. ശരി ചേച്ചി, എല്ലാം തയ്യാറായി വരുന്നു. എന്തേ കുട്ടികളെ വിളിക്കാറായില്ലേ? എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ വിളിക്കാം. ലക്ഷ്മി വരൂ, നമുക്ക് കുട്ടികളെ കണി കാണിക്കാം. അമ്മേ, ഉണ്ണിക്കുട്ടൻ. എന്റെ ഉണ്ണി, എന്തിനാ കരയുന്നത്? അമ്മയുടെ അസുഖം കുറവില്ലേ? ഇല്ല അമ്മേ, ഇന്ന് അമ്മയ്ക്ക് തീരെ വയ്യാതായി. വിഷമിക്കേണ്ട ഉണ്ണി, ഭഗവാൻ കൃഷ്ണനോട് എല്ലാം പ്രാർത്ഥിച്ചോളൂ. അദ്ദേഹം ആരെയും കൈവിടില്ല. അമ്മേ, എല്ലാ സന്ധ്യയ്ക്കും ഞാൻ വിളക്ക് വെച്ച് കണ്ണനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എന്റെ അമ്മയുടെ അസുഖം മാത്രം കുറയുന്നില്ലല്ലോ. കുട്ടി വിഷമിക്കേണ്ട. കൃഷ്ണൻ തന്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല. അവരെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കും. കേട്ടിട്ടില്ലേ ഭഗവാൻ കൃഷ്ണന്റെ പ്രിയ ഭക്തരെ കുറിച്ച്? പണ്ട് കൃഷ്ണനെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ച ചില മഹാഭക്തരുണ്ടായിരുന്നു. നിഷ്കളങ്കമായ സ്നേഹത്തിനും ഭക്തിക്കും ഭഗവാൻ എന്നും കൂടെ ഉണ്ടാകും. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ ഉണ്ണി. അമ്മേ, ഞങ്ങൾക്ക് ആ കഥ പറഞ്ഞു തരുമോ? വരൂ കുട്ടികളെ. ഇന്ന് അമ്മ പറയാൻ പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥയാണ്. അന്ന് കേരളത്തിൽ കൃഷ്ണനെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ചില മഹാഭക്തന്മാർ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ പ്രിയ ഭക്തരായ പൂന്താനം നമ്പൂതിരി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വില്യമംഗല സ്വാമിയാർ എന്നിങ്ങനെ. അവരോടൊപ്പം കൃഷ്ണനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച ഒരു മാതൃഹൃദയവും ഉണ്ടായിരുന്നു. എല്ലാവരും സ്നേഹത്തോടെ വിളിച്ച കുറൂരമ്മ. ഇവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളുടെയും ഭക്തിയുടെയും മനോഹരമായ കഥകളാണ് അമ്മ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം പറയുന്നത് പൂന്താനത്തെയും ഭട്ടതിരിയെയും കുറിച്ചാണ്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും കവിയുമായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പനെ സ്തുതിച്ച് നാരായണീയം രചിച്ച് പ്രശസ്തനായി. ജ്ഞാനവും പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ശക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ലളിതമായ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ ഭക്തിഗാനങ്ങൾ രചിച്ച മറ്റൊരു ഭക്തകവിയായിരുന്നു പൂന്താനം നമ്പൂതിരി. ദീർഘകാലം കാത്തിരുന്ന ശേഷം ജനിച്ച കുഞ്ഞിനെ അന്നപ്രാശ ദിവസം തന്നെ നഷ്ടപ്പെട്ടപ്പോൾ തന്റെ ദുഃഖം മുഴുവൻ കൃഷ്ണഭക്തിയായി മാറ്റിയ മഹാഭക്തൻ. സ്വന്തം കുഞ്ഞിനെ പോലെ ഉണ്ണികൃഷ്ണനെ സ്നേഹിച്ച ഒരു കരുണാനിധി. ഇനി അമ്മ പറയാൻ പോകുന്നത് ജ്ഞാനവും ഭക്തിയും തമ്മിൽ നടന്ന ഒരു മനോഹര സംഭവമാണ്. ആനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ട
സ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സ്വാമി. ഹാ പൂന്താനമോ? സ്വാമി, ഞാൻ അങ്ങയെപ്പറ്റി ധാരാളം കേട്ടിരിക്കുന്നു. നമുക്ക് അവിടുന്ന് ഒരു ഉപകാരം ചെയ്യണം. എന്താ വേണ്ടത്? പറഞ്ഞോളൂ. അങ്ങേ പോലെയുള്ള ഒരു പണ്ഡിതനോട് പറയാൻ ഒരു ശങ്ക, എന്നാലും വലിയൊരു ആശയാണേ. നാം ഏതാണ്ട് ചിലതൊക്കെ കുറിച്ചു വെച്ചിരിക്കുന്നു. ഒന്ന് നോക്കി പിഴ തീർത്ത് തന്നാൽ വലിയൊരു അനുഗ്രഹമാകും. ഭാഷാകൃതിയല്ലേ? ഹേ വയ്യ വയ്യ, ഒക്കെ അബദ്ധ ലിഖിതങ്ങളായിരിക്കും. നമുക്ക് ഭാഷാകൃതികളെ കുറിച്ച് നല്ല മതിപ്പില്ല. മറ്റാരെങ്കിലും കൊണ്ട് കാണിക്കുക. നമ്മുടെ ഒരു ആഗ്രഹമാണ് സ്വാമി. പറഞ്ഞില്ലേ നമ്മെ കൊണ്ട് ആകില്ലെന്ന്. ആ സമയം കൊണ്ട് ഭഗവാനെ കുറിച്ച് 4 ശ്ലോകം എഴുതാം. കൃഷ്ണ ഭഗവാനേ. ഗുരുവായൂരപ്പ, അടിയന്റെ കൃതി ഒന്ന് തിരുത്തിത്തരാൻ പോലും ആരുമില്ലല്ലോ. അറിവുള്ളവർ അടിയനെ ആട്ടി ഒടിക്കുകയല്ലേ. ഈ ചെറുഭക്തന്റെ സമർപ്പണം മാത്രമാണിത് ഭഗവാനെ. തിരുമേനി, എന്താ ഒറ്റയ്ക്കിരുന്ന് കഴിയുന്നേ? അറിഞ്ഞിട്ടെന്തു വേണം? ഇതൊക്കെ അറിയാൻ കുട്ടി ആരാ? ഈശ്വരനോ? അല്ല, ഞാൻ അവിടെ വാഴ്ത്തിയ. പറയൂ, എന്തിനാ കഴിയുന്നത്? വെറുതെ. വെറുതെ ആരെങ്കിലും കരയോ? ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ല. എനിക്ക് മനസ്സിലാകില്ലെന്നോ? ഓ, മനസ്സിലാകുമല്ലോ. എന്നാൽ ഇത് കണ്ടോ. എന്താ ഇത്? നാം എഴുതിയത് ഭഗവാനെ പറ്റിയാ. നോക്കാൻ പോലും ആരും തയ്യാറല്ല. നോക്കണ്ട, പക്ഷെ നമ്മെ അപമാനിക്കണോ? അതിന് ഇത്രയും സങ്കടപ്പെടണോ? എല്ലാത്തിനും ഇവിടുന്ന് വഴിയുണ്ടാക്കും. തിരുമേനി പോയിക്കോളൂ. അഗ്രേ പശ്യാമി തേജോവാം നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോദം തദനു തദുദരേ ദിവ്യകൈശോരവേഷം. കൃഷ്ണ ഭഗവാനെ, വീണ്ടും എനിക്ക് വാതരോഗം തന്നുവോ? കൃഷ്ണ ആശ്രിത വത്സല കാരുണ്യമൂർത്തേ, മനസാ വാചാ കർമ്മണ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഭഗവാനെ. എന്റെ ഭക്തനും പരമശുദ്ധനുമായ പൂന്താനത്തിനെ വേദനിപ്പിച്ചില്ലേ? എനിക്കത് സഹിച്ചില്ല. ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ എല്ലാ അപരാധങ്ങളും പൊറുക്കണേ. അല്ല, ആരാ ഇത്? പൂന്താനം, നമ്മോട് ക്ഷമിക്കണം. നാം ക്ഷമിക്കാനോ? അങ്ങ് മഹാപണ്ഡിതൻ. നമുക്ക് ആ കൃതികൾ വായിക്കണം, പിഴ തീർക്കാനല്ല. ഭഗവാൻ പോലും സമ്മതിച്ച ഭാഷാപീയൂഷം ഒന്ന് ആസ്വദിക്കാൻ. അത്രയൊന്നുമില്ല. ദേവഭാഷാജ്ഞാനമില്ലാത്ത നമുക്ക് ഭാഷാകൃതി മാത്രമേ അറിയൂ. നാം രചിച്ച 1036
സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഇന്നലെയോളമിതെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും വിനനേരമേതേതുമറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭഗവാനെ പൂന്താനം ഭഗവാന് അങ്ങേ ഇത്ര ഇഷ്ടമാണെന്ന് നാം അറിഞ്ഞില്ല. ഈ ഗ്രന്ഥം ഭഗവാൻ സ്വീകരിച്ചതിൽ സന്തോഷം. ആ ഓങ്കാര പൊരുളിന് ഇഷ്ടപ്പെട്ട ഈ ഗ്രന്ഥം നമ്മെ ഒരു ഭക്ത കവിയാക്കട്ടെ. അങ്ങേ വ്യസനിച്ചതിന് നാം വീണ്ടും വീണ്ടും ക്ഷമയാചിക്കുന്നു. ആഹാ, എല്ലാവരും സദ്യ കഴിച്ചോ? കഴിച്ചു അമ്മേ. അമ്മേ, എത്ര ഭക്തിയുള്ള കഥയാണിത്. വില്ലുമംഗലം സ്വാമിയെയും ഗുരുവരമ്മയെ കുറിച്ച് പറഞ്ഞു തരുമോ? വരൂ കുട്ടികളെ, ഇവിടെ ഇരിക്കൂ. വില്ലുമംഗല സ്വാമി ശ്രീകൃഷ്ണ ഭക്തനും മഹാപണ്ഡിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംതൃപ്തനായ ഭഗവാൻ കൃഷ്ണൻ ബാലരൂപത്തിൽ ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ വില്ലുമംഗലത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായത്. പക്ഷേ കുറൂരമ്മയുടെ ഭക്തി അല്പം വ്യത്യാസമായിരുന്നു കേട്ടോ. കുറൂരമ്മ ഭഗവാനെ ഈശ്വരനായി മാത്രമല്ല കണ്ടത്, സ്വന്തം മകനായി സ്നേഹിച്ച ഒരമ്മയായിരുന്നു. ആ നിർമ്മലമായ മാതൃസ്നേഹത്തിൽ ആകർഷിതനായ കൃഷ്ണൻ ഒരു സാധാരണ ബാലനായി അമ്മയുടെ ദാസനായി അവസാനം വരെയും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഭക്തിയും സ്നേഹവും കൂടുമ്പോൾ ദൈവം പോലും മനുഷ്യനാകുമെന്നത് അവരുടെ ബന്ധം തെളിയിക്കുന്നു. ഇത് ഈശ്വരനും ഭക്തിയും തമ്മിലുള്ള ബന്ധമല്ല, അമ്മയും മകനും തമ്മിലുള്ള അനന്തമായ സ്നേഹത്തിന്റെ കഥയാണ്. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെ കണ്ണു നിറഞ്ഞുപോയി. എന്തുകൊണ്ടറിവീല കണ്ണാ
ദുരിതങ്ങളോർത്തുള്ള കണ്ണുനീരും നിന്റെ തിരുമുമ്പിൽ ചിരി തൂകി മാഞ്ഞു പോയി. ഈ കലികാലത്ത് ഭക്തി കുറഞ്ഞു വരുന്നു. പക്ഷേ കുറൂരിലത്തെ ഗൗരി തമ്പുരാട്ടി എപ്പോഴും ഹരിനാമ കീർത്തനം പാടുന്നുണ്ടല്ലോ. അവർ ഗുരുവായൂരപ്പന്റെ അതീവ ഭക്തയാണെന്നാണ് കേൾക്കുന്നത്. അതെ, അശുദ്ധിയുള്ള ദിവസങ്ങളിലും അവൾ നാമജപം നിർത്തുന്നില്ലെന്ന് കേട്ടു. അത് ശരിയാണോ? ശാസ്ത്രം അതിനനുവദിക്കുമോ? ഇല്ല, ശാസ്ത്രം അനുവദിക്കില്ല. നമുക്ക് ഇത് വില്ലുമംഗല സ്വാമിയോട് ചോദിക്കാം. സ്വാമി അനുഗ്രഹിക്കണം. ആശീർവാദം. എന്താണ് കാര്യം? സ്വാമി, കുറൂരില്ലത്തെ ഗൗരി അന്തർജനം എല്ലായ്പ്പോഴും ഹരിനാമ കീർത്തനം പാടുകയും ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. തീണ്ടാരി ദിവസങ്ങളിൽ പോലും അവർ ഇതൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പാപമല്ലേ സ്വാമി? ശുദ്ധ അബദ്ധം. ഞാൻ അവരെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ അത്രയിടം വരെ ചെല്ലാം. നിങ്ങൾ പോയിക്കോളൂ. ശരി സ്വാമി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാരൂപഹരേ നാരായണായ നമ. ആരുമില്ലേ ഇവിടെ? സ്വാമി, എന്റെ മുജ്ജന്മ സുഹൃതമാണ് അങ്ങേ കാണാൻ കഴിഞ്ഞത്. അകത്തേക്ക് വന്നാലും. കുറുടമ്മ ഈ ചെയ്യുന്നതെല്ലാം ശരിയാണോ? എന്താ സ്വാമി, ഈ ഉള്ളവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്തുവോ? എന്താ, നാമം ജപിക്കുന്നതിന്റെ പുണ്യത്തെ കുറിച്ച് അറിയില്ല എന്നുണ്ടോ? നിങ്ങളൊരു സ്ത്രീയല്ലേ? തീണ്ടാരിയായിരിക്കുന്ന സമയത്തും ഭഗവാനെ പൂജിക്കുകയും നാമം ചൊല്ലുന്നത് കളങ്കമാണ് എന്നറിയില്ലേ? ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാണത്. ഞാൻ മന്ത്രങ്ങൾ ചൊല്ലാതെ ഇരിക്കാം. പക്ഷേ അങ്ങ് എനിക്ക് ഉറപ്പു തരണം. യമദേവൻ ജീവൻ കൊണ്ടുപോകാനായിട്ട് വരുന്ന സമയത്ത് ആ യമകിങ്കരന്മാർ തൊടാതെ നേരെ വിഷ്ണുപാദത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. രാജസ്വരിയായി ഇരിക്കുന്ന സമയത്ത് ആ യമകിങ്കരന്മാർ എന്നെ തൊടില്ല എന്ന് ഉറപ്പ് സ്വാമി തന്നാൽ ഞാൻ നാമം ചൊല്ലാതെ ഇരിക്കാം. അതിന് എനിക്ക് ഒരു വിരോധവും ഇല്ല. സ്വാമി മഹാപണ്ഡിതനല്ലേ? എന്നിട്ട് ഇത്രയും അറിവില്ലേ? നമ്മെ ഭജിക്കാൻ സമയവും കാലവും ഒക്കെ നോക്കണോ? ഭക്തിയിലല്ല കാര്യം, ഹൃദയശുദ്ധി വേണം. മൃദുവായ പെണ്ണിനുമിരപ്പവനും ദാഹകനും പതിതന്നുമഗ്നിയ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുട നരുതാത്തതല്ല. ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. സ്വാമി രക്ഷിക്കണം. എന്താണ് മകനെ, എന്താണ് നിന്റെ വിഷമം? സ്വാമി, കുറെ നാളായി കർശനായ വയറുവേദന. കാണിക്കാത്ത വൈദ്യന്മാരില്ല. കഴിക്കാനോ ഉറങ്ങാനോ കഴിയുന്നില്ല. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി?
ഗുരുവായൂരപ്പ, നാരായണ, ഈ ദീനനായ ഭക്തന് എന്താണ് ഇത്രയും കഠിനമായ വയറുവേദന? സ്വാമി, ഇത് ആ ഭക്തന്റെ മുജന്മ കർമ്മഫലമാണ്. മകനെ, മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഈ വേദന. സ്വാമി, അങ്ങനെയെങ്കിൽ എനിക്ക് മോചനമില്ലേ? എന്തെങ്കിലും പരിഹാരം പറയണം. ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ഇരുന്ന് ഭജന ചെയ്യൂ, ഭഗവാന്റെ നാമം ജപിക്കൂ. അവന്റെ കരുണ ലഭിച്ചാൽ അസാധ്യം സാധ്യമാകും. നാരായണ നാരായണ. എന്താ ഭക്ത ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ വേദനയുടെ കഥ പറയാൻ പോലും വേദനയാണ്. വയറുവേദന കൊണ്ട് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ് ഞാൻ. വില്ലുമംഗല സ്വാമിയെ കണ്ടു. ഭഗവാൻ പറഞ്ഞത് മുൻജന്മ പാപത്തിന്റെ ഫലമത്രേ. ഓഹോ, എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ അടുത്തൊരു കുറൂർ മനയുണ്ട്. ഇവിടുത്തെ കുറൂരമ്മ ശ്രീകൃഷ്ണ ഭക്തയാണ്. ഒന്ന് അവിടെ പോയി നോക്കൂ. ഭഗവാന്റെ ഭക്തന്മാരുടെ കരുണയിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഞാൻ ഇപ്പോൾ തന്നെ പോകാം. ആരാണ് മകനെ? എന്താണ് വേണ്ടത്? അമ്മേ, ഞാൻ വലിയ ദുഃഖത്തിലാണ്. കുറെ നാളായി കലശലായ വയറുവേദന. കാണിക്കാത്ത വൈദ്യന്മാരില്ല. സ്വാമി പറഞ്ഞു ഇതെല്ലാം മുജ്ജന്മ പാപത്തിന്റെ ഫലമാണെന്ന്. പരിഹാരമായി ഗുരുവായൂരിൽ ഭജന ഇരിക്കണമെന്നും. ഒരു ഭക്തൻ പറഞ്ഞു അമ്മയെ വന്നു കാണുവാൻ. എത്ര നാളായി എന്നറിയുമോ ഭക്ഷണം പോലും കഴിച്ചിട്ട്? അയ്യോ, എനിക്ക് വൈദ്യമൊന്നും അറിയില്ല മകനെ. പക്ഷേ ഭഗവാനെ നിന്ദിച്ച് കുറച്ച് പാൽപ്പായസമുണ്ട്. വിഷപ്പടങ്ങാൻ അതെങ്കിലും കഴിക്കൂ. ഇത് കുടിച്ചോളൂ. ഇത് ഗുരുവായൂരപ്പന്റെ പ്രസാദമാണ്. അമ്മേ, അത്ഭുതം! എന്റെ വയറുവേദന മുഴുവനായി മാറി. അമ്മയെ കാണാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഭക്തയാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരുപാട് നന്ദി അമ്മേ. സ്വാമി, എന്റെ വയറുവേദന കുറഞ്ഞു. കുറൂരമ്മ കണ്ണന് നേദിച്ച പാൽപ്പായസം എനിക്ക് കുടിക്കാൻ തന്നു. ഭഗവാനെ, ഞാൻ ചോദിച്ചിട്ട് പരിഹാരം ഒന്നും അങ്ങ് പറഞ്ഞു തന്നില്ലല്ലോ. അതിന് അങ്ങനോട് പരിഹാരം ചോദിച്ചില്ലല്ലോ. എന്താ വയറുവേദനയുടെ കാരണം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അങ്ങ് തന്നെയാണ് പരിഹാരം നിശ്ചയിച്ചത്, നാമല്ല. അടിയനോട് ക്ഷമിക്കണേ. എന്നാലും അടിയന് ഭയങ്കര സന്തോഷമായി. ആ ഭക്തന്റെ വേദന കുറഞ്ഞല്ലോ. കൃഷ്ണ, ഗുരുവായൂരപ്പ. പൊരുളായി വിളങ്ങുന്ന പങ്കജാക്ഷ ജഗദീശ്വര ഹരേ, സങ്കടാപഹ നിന്നുടെ തൃപ്പാദ പങ്കജത്തിലിവൾ
വരാ ബാലകൃഷ്ണ മധുസൂദന ഹരേ ബാലരൂപം മമ കൃതി കാണുവാൻ ശ്രീ ഗുരുവായൂരപ്പ തുണയ്ക്കണേ ആരുമില്ലെന്റെ ദുഃഖങ്ങൾ തീർക്കുവാൻ ആരുമില്ലെനിക്കാശ്രയമേകുവാൻ ശ്രീ ഗുരുവായൂരപ്പ തുണയ്ക്കണേ ശ്രീ ഗുരുവായൂരപ്പ തുണയ്ക്കണേ. കണ്ണാ, ഗുരുവായൂരപ്പ. അമ്മേ, അമ്മ എന്നെ വിളിച്ചോ? ഞാനോ? ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ. കണ്ണൊന്ന് വിളിച്ചില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഉടനെ വന്നത്. ഞാൻ ഗുരുവായൂരിലെ കണ്ണനെയാ വിളിച്ചത്. അയ്യോ, ഗുരുവായൂർ അങ്ങ് ദൂരല്ലേ? ഇവിടെ ഇരുന്ന് വിളിച്ചാൽ കേൾക്കുമോ? കേൾക്കും ഉണ്ണി, കേൾക്കും. എത്ര അകലെ നിന്ന് വിളിച്ചാലും ആ കരുണാമയൻ കേൾക്കും. ഇങ്ങനെ എപ്പോഴും വിളിച്ചു കൊണ്ടിരുന്നാൽ ഭഗവാന് ഒരു പണിയും ചെയ്യാൻ പറ്റില്ലല്ലോ. ഭഗവാൻ അമ്മയോട് കോപിക്കും. ഈ അമ്മയ്ക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും വിളി കിട്ടുമെന്നത് ഞാനല്ലേ. ഉണ്ണി, നീ ആരാ? ഞാൻ ഇവിടെ അടുത്തുള്ളത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നെ അങ്ങനെ എളുപ്പം കാണാൻ പറ്റില്ല. പക്ഷെ അമ്മയെ എനിക്ക് കാണാൻ പറ്റും. എനിക്ക് തീരെ വയ്യാതെ ഉണ്ണി. പൂജയ്ക്കുള്ള പൂവ് പറിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ വിഷമിക്കണ്ട, അമ്മയ്ക്കുള്ള പൂവ് ഞാൻ കൊണ്ടുവരാം. ഉണ്ണിക്കുട്ടനെ ഭഗവാൻ പറഞ്ഞു വിട്ടതാണോ? അയ്യോ, എന്നെ ആരും പറഞ്ഞു വിട്ടതല്ല. അവിടെ നിൽക്ക്. നീ പായസം കട്ട് തിന്നാൻ പോകുകയാണല്ലേ? അമ്മയുടെ കണ്ണിന് ആരാ? വെണ്ണയും പാലും ഒക്കെ കട്ട് കഴിക്കുന്നവനല്ലേ? അത് ഭഗവാൻ. ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ തന്നെയാ ഞാനും അമ്മയുടെ കണ്ണൻ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഭഗവാൻ ചെയ്യുന്നതൊക്കെ ഉണ്ണിയും ചെയ്യുമോ? എല്ലാം ഒന്നും ചെയ്യില്ല, എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. നീ ഒരു കൊച്ചു കുറുമ്പനാണല്ലോ. അയ്യോ അമ്മേ, ദേ ആ പണ്ഡിതൻ വരുന്നു. എന്നെ ഇവിടെ കണ്ടാൽ ശരിയാകില്ല. ക്രൂരമ്മേ, എന്റെ കണ്ണനെ കണ്ടോ? സ്വാമി, അങ്ങ് ആരുടെ കാര്യമാ ഈ പറയുന്നത്? സാക്ഷാത് ഗുരുവായൂരപ്പന്റെ. സ്വാമി, അങ്ങയെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു സുഹൃതമാണ്. ഭഗവാനെ ഏത് രൂപത്തിൽ കാണാൻ അനുഗ്രഹം കിട്ടിയ ആളല്ലേ. എത്രയോ കാലമായി ആ ബാലഗോപാല രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ജന്മം അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ക്ഷമിക്കണം ബുദ്ധിമുട്ടിച്ചതിൽ. എനിക്കറിയാം ഭഗവാനെ, നീ എവിടെയാണെന്ന്. എന്നാലും എന്റെ പൂജയുടെ പ്രസാദം കഴിക്കാൻ വന്നില്ലല്ലോ. നമുക്ക് സങ്കടമുണ്ട്. തിരുമേനി വിഷമിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓഹോ, അങ്ങ് കുറൂരിലത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? എന്നെ കണ്ടപ്പോൾ ഇല്ലത്തെ കൈക്കലത്തിൽ ഒളിച്ചിരുന്നു അല്ലേ? ഗുരുവരമ്മ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. സ്വാമി, പായസത്തിന് നല്ല മണം. പ്രസാദം തന്നോളൂ. കണ്ണ, കുറൂരമ്മ അങ്ങയുടെ ബാലഗോപാല രൂപം കാണാൻ ആഗ്രഹിക്കുന്നു. അതെ, നമുക്കും അറിയാം. അതിന്റെ സമയം അടുത്തു. ഭഗവാനെ, കണ്ണാ, അമ്മയ്ക്ക് ഇനി വയ്യ. ഈ ജന്മം അങ്ങയുടെ ബാലഗോപാല രൂപം കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു.
അമ്മേ, ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയല്ലേ? പിന്നെ എന്താ? ഉണ്ണി, നീ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ ഭഗവാനെ? ഞാൻ അറിഞ്ഞില്ലല്ലോ കണ്ണാ. അമ്മേ, അമ്മയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് മറ്റൊന്നുമില്ല. എന്റെ ബാലഗോപാല സ്വാമിയെ ഞാനൊന്ന് ലാഭിച്ചോട്ടെ. മുടിക്കുള്ളിൽ കണ്ണാ ഓടക്കുഴലൂതി വന്ന് ചാരത്തണയോ കണ്ണാ കാച്ചിക്കുറുക്കിയ പാലും തൂവെണ്ണയുമുണ്ടല്ലോ വേറെ ആടിക്കുഴഞ്ഞിങ്ങു വായോ ആനന്ദ കണ്ണനാമുണ്ണി ആരും കൊതിക്കുന്നൊരുണ്ണി കാർമുകിൽ വർണ്ണനാമുണ്ണി കാതിൽ മണികുണ്ടലവും കാഞ്ചനത്തിൻ തോൾവളയും മാറിൽ മരതക കല്ലിൻ മാലയും ഭംഗിയിൽ ചാർത്ത എൻ മടിത്തട്ടിലിരുന്ന പുഞ്ചിരി തൂകണേ കണ്ണാ നിൻ പുഞ്ചിരിയിലെ ലോകം നിർവൃതി പോകട്ടെ നിൻ പുഞ്ചിരിയിലെ ലോകം നിർവൃതി പോകട്ടെ. അമ്മേ, അമ്മയുടെ ഭൗതിക ശരീരം പോലും ഞാൻ ഇവിടെ ഉപേക്ഷിക്കില്ല. അമ്മയെ ഞാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹലോ, എന്തൊരു ഗ്രേസ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു അല്ലേ? സാഹിത്യ സൗന്ദര്യവും ഭക്തിഭാവവും നിറഞ്ഞ നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ കഥ ഒരു സ്കിറ്റ് രൂപത്തിലാക്കി കൃഷ്ണാർപ്പണം എന്നൊരു പേരിട്ട് ഇവിടെ അവതരിപ്പിച്ച കൃഷ്ണാർപ്പണം ടീമിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇതിന് ജീവൻ നടത്തിയ എല്ലാ കലാകാരികളെയും കലാകാരന്മാരെയും ഒരു നിമിഷം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സ്കിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും പ്ലീസ് can you come to the stage? ഇതിൽ കുറൂരമ്മയായി
വേഷമിട്ടത് റൈന പ്രദീപ്, പൂന്താനം ബ്രിജിത്ത് ബേബി, വില്ലുമംഗലം സ്വാമിയാർ അനിൽ ഹരി, ബാട്ടത്തിരിപ്പാട് ശ്രീകാന്ത് ചന്ദ്രൻ. മറ്റ് അഭിനേതാക്കൾ ഹരികുമാർ ഗോപാലൻ, ബിന്ദു ഹരികുമാർ, അജയൻ പുത്തൻവീട്, ബിദുൽ ദേവ്, അശ്വതി അജയ്, വിനി ശ്രീകാന്ത്, ഗ്രീഷ്മ അനിൽ. ബാലതാരങ്ങളായി വേഷമിട്ടത് അദ്വൈത് സജി, അദ്രിക അനിൽ, ആരിഷ് അനിൽ, ആരോ ബ്രിജിത്ത്, അമൽ റാം, ദിയ ബിനു, ധനഞ്ജയ് ദീപൻ, ദർശിക് ദീപൻ, ആദിദേവ് ശ്രീകാന്ത്, ഇഷ ജ്യോതിലാൽ, അനാമിക അജയ്, ആമി ബിനു. വളരെയേറെ മനോഹരമായ ഒരു സ്കിറ്റാണ് നമ്മുടെ മുന്നിലേക്ക് ഇവർ അവതരിപ്പിച്ചത്. ഈ കയ്യടി പോരാ. മേ ഐ റിക്വസ്റ്റ് ദ ഹോൾ ഓഡിയൻസ് ടു ഗിവ് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ ടു ദിസ് ഗ്രൂപ്പ് പ്ലീസ്. ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പായി ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ഇതിനു മുമ്പ് കാളിയമർദ്ദനം എന്ന പേരിൽ ഒരു മനോഹരമായ സ്കിറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ഒരാളുണ്ട്. ആ ആള് തന്നെയാണ് ഇതിന്റെ പിറകിലെ മാസ്റ്റർ ബ്രെയിൻ. മറ്റാരുമല്ല, മിസ്സസ് ലേഹ രാംകുമാർ, നമ്മുടെ സ്വന്തം ലേഖ ചേച്ചി. ഒരു നല്ല കയ്യടി പോരട്ടെ. ഇത് എത്ര മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണല്ലോ ഇന്ന് നമ്മൾ ഈ സ്റ്റേജിൽ കാണുന്നത്. ഇവർക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ടോം ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാസ്റ്റർ ബ്രെയിൻ നമ്മളോട് സംസാരിക്കാനുണ്ട് ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണാർപ്പണം ടീമിന്റെ ഹൃദയം നിറഞ്ഞ വിശുദിനാശംസകൾ. ഇത് കഴിഞ്ഞ വർഷത്തെ കാളിയമർദ്ദനത്തിനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറിയ ഒരു ടോപ്പിക് ആണെങ്കിലും ഇതിന്റെ പുറകില് ഞങ്ങളുടെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ പ്രോപ്സ്, ഇതിന്റെ പുറകില് അനിൽ, റീന, ഓരോരുത്തരും കുട്ടികൾ ഉൾപ്പെടെ എന്റെ കൂടെ നിന്ന് എന്നോടൊപ്പം സഞ്ചരിച്ച് അവരൊരു 30 മിനിറ്റിനെ ഒരു സംഭവബഹുലമായ ഒരു സ്കിറ്റാക്കി തീർത്തു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു 500 വർഷം പഴക്കമുള്ള ഒരു കഥയെ നമുക്ക് അത്രത്തോളം യാഥാർത്ഥ്യമായി സ്റ്റേജിൽ കൊണ്ടുവരാൻ പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഏറ്റക്കുറച്ചിലുകൾ കാണും. എന്നാലും നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഇവർക്കൊരു ടോക്കൺ അപ്രീസിയേഷൻ നൽകുന്നതിനായി മിസ്റ്റർ ടോം ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നല്ല കയ്യടി പോരട്ടെ. അടുത്ത ഓണത്തിന് നമുക്ക് ഇതിലും നല്ല ഗംഭീരമായ മറ്റൊരു സ്കിറ്റുമായി ചേച്ചി എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബെസ്റ്റ് ചെയ്തോളൂ. പ്രാവശ്യം കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങളുടെ സ്കിറ്റ് ഒന്ന് ചെറുതായിപ്പോയി. അടുത്ത വർഷത്തെ ഞങ്ങളുടെ സ്കിറ്റ് ദ്രൗപദിയാണ്. എല്ലാവരും വരണം, ആരും വിഷു പ്രോഗ്രാം ഒഴിവാക്കരുത്. താങ്ക് യു ചേച്ചി. വി ആർ ഓൾ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ഓണത്തിനാണ് ദ്രൗപദി, അടുത്ത വിഷുവിന്. ഓക്കെ, 2027 വിഷുവിനാണ് നമ്മൾ അവരടുത്ത സ്കിറ്റുമായി എത്തുന്നത്. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടീം.